Hello dear students, welcome to Mathroot. നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4-year ഡിഗ്രി BSc മാത്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ സബ്ജക്റ്റിന്റെ കോഡ് MAT 1CJ101 എന്നുള്ളതാണ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ കോഡ് ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം MAT 1MMN100 എന്നും ഇതിന്റെ കോഡ് തന്നെയാണ്. ഇതൊരു മേജർ കോഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും BSc മാത്സിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു കോഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കുക 4 ക്രെഡിറ്റ് ആണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒരു വീക്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 അവർ ക്ലാസ് ഈ സബ്ജക്റ്റിന് ഉണ്ടായിരിക്കും. ഇതിന് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെറ്റ്സിനെ കുറിച്ച് അറിയണം, റിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, അതേപോലെ സ്കൂൾ ലെവൽ ആൾജിബ്ര ആൻഡ് റിയൽ നമ്പേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ ഈ ഒരു സബ്ജക്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കോഴ്സിന്റെ സമ്മറിയിലുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് കോഴ്സ് ഔട്ട്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ അത്ര അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുന്നത് കാൽക്കുലസ് ആൻഡ് അനാലിറ്റിക് ജിയോമെട്രി 9th എഡിഷൻ ജോർജ് ബി തോമസ് ജൂനിയർ, റോസ് എൽ ഫിന്നി. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് തോമസ് ആൻഡ് ഫിന്നി എന്ന് പറയും. ഈ രണ്ട് ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ആയിട്ടുള്ള കാൽക്കുലസ് ആൻഡ് അനാലിറ്റിക് ജിയോമെട്രി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു സബ്ജക്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇതിൽ മൊഡ്യൂൾ 1 പ്രിലിമിനറീസ്, എന്താണ് ഫങ്ഷൻസ്, അതേപോലെ എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൊഡ്യൂൾ 2 കുറെ സെക്ഷൻസ് ഉണ്ട്. അതേപോലെ മൊഡ്യൂൾ 3 ഉണ്ട്. അതേപോലെ മൊഡ്യൂൾ 4 ഉണ്ട്, മൊഡ്യൂൾ 5 ഉണ്ട്. ഇങ്ങനെ 5 മൊഡ്യൂൾ അതിന് ഈ ഒരു സബ്ജക്റ്റിന് ഉണ്ടായിരിക്കാം. ഇതിൽ 5ാമത്തെ മൊഡ്യൂൾ ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ആണ്. ഇതിൽ ടീച്ചേഴ്സ് ആയിരിക്കും, അതായത് നിങ്ങളെ ടീച്ചേഴ്സിന് തീരുമാനിക്കാം എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. അതേപോലെ ഈ ഒരു ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ബാക്കിയുള്ള 4 മൊഡ്യൂൾസിനാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ 5 മൊഡ്യൂളാണ് ഈ ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റിനുള്ളത്. അതുപോലെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബുക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ കണ്ടന്റ് കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ആദ്യം പഠിക്കാനുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? റിയൽ നമ്പേഴ്സ് എന്താണെന്നാണ്. നിങ്ങൾ ഇങ്ങനത്തെ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും, -0.7500 എക്സെട്ര, അതേപോലെ 0.333 എക്സെട്ര, അതേപോലെ 1.4142 എക്സെട്ര. ഇത്തരം ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇത്തരം ഡെസിമൽ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ? റിയൽ നമ്പേഴ്സ്. നോക്കൂ, ഈ -0.75 എക്സെട്ര നമുക്ക് എങ്ങനെ എഴുതാം? -3/4 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇത് മുക്കാലല്ലേ, നമ്മൾ മുക്കാൽ എന്ന് പറയല്ലേ. അപ്പൊ -3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? -0.7500. അതേപോലെ 1/3 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. 1/3 എത്രയാണ്? 0.333 എക്സെട്ര ആണ്. അതുപോലെ √2 നിങ്ങൾ +2 പഠിച്ചൊരു നമ്പർ ആയിരിക്കും റൂട്ട്. അതിന്റെ വാല്യൂ എത്രയാണ്? 1.4142 എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് ഒക്കെയാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെസിമൽ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇതൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നോക്കാം. ഇനി റിയൽ നമ്പേഴ്സിനെ നമ്മളൊരു ലൈനിൽ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? റിയൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, റിയൽ നമ്പേഴ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ലൈനിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ നമ്പേഴ്സ്, ആ ഒരു ലൈൻ ഇല്ലേ, ആ ലൈന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിയൽ ലൈൻ. അപ്പൊ നമുക്ക് 0നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് 0, ഇതാണ് 1. അതിനിടയിലല്ലേ 1/3 ഉണ്ടാവുക. 1നേക്കാട്ടിലും വലിയ നമ്പർ അല്ലേ √2. നോക്കൂ, 1.4 ഉണ്ട്. ഓക്കെ, അപ്പൊ √1 കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഉള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, 1 കഴിഞ്ഞിട്ട് 2 ഉണ്ട്, 3 ഉണ്ട്. നിങ്ങൾക്ക് പൈന്റെ വാല്യൂ അറിയാലോ. പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം പൈന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3.14 ആണ്.
ഓക്കെ, അപ്പൊ ഈ 3.14 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ല. അപ്പൊ 3 കഴിഞ്ഞ ഉടനെ അവിടെ 5 എന്നുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം. അതേപോലെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ -1 കഴിഞ്ഞ് കാണാം. -1 തൊട്ട് മുന്നേ -3/4 കാണാം. ഓക്കെ, ബാക്കിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ -2 കാണാം. അപ്പൊ നോക്കൂ, എല്ലാ നമ്പേഴ്സ് ഉള്ള ഒരു ലൈനാണിത്. ഈ ലൈൻ നമ്മൾ റിയൽ ലൈൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ റിയൽ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക R എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ്. R, ഇതാണ് റിയൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സബ്സെറ്റ്സ് ഓഫ് R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്. നമുക്കറിയാം, ഇവിടെ റിയൽ നമ്പേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊരു സെറ്റ് ആണല്ലോ. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കുറച്ച് എലമെന്റ്സിന്റെ ഒരു കൂട്ടം, ഒരു കളക്ഷൻ, ഇതാണ് സെറ്റ്. ഇനി അതിന്റെ ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ A എന്നുള്ളത് എന്താണ്? ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1, 2, 3 എന്നുള്ളത് എന്താണ്? ഒരു സെറ്റ് ആണ്. ഇനി B എന്നുള്ളത് വേറൊരു സെറ്റ് ആണ്. എന്താണ്? 2ഉം 3ഉം. നോക്കൂ, ഈ 2 ഇവിടെ ഉണ്ട്, Aയിലുണ്ട്. 3 എവിടെയുണ്ട്? Aയിലുണ്ട്. അപ്പൊ Bയിലുള്ള രണ്ട് ആൾക്കാരും എവിടെ ഉണ്ട്? Aയിലുണ്ട്. അപ്പൊ Bയിലുള്ള എല്ലാ ആൾക്കാരും Aയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? Bനെ Aന്റെ സബ്സെറ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ എഴുതാം എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, B സബ്സെറ്റ് ഓഫ് A എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഇതിനെ പറയാം B സബ്സെറ്റ് ഓഫ് A. Aയുടെ സബ്സെറ്റ് ആണ് B. ഇതേപോലെ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 1, 2, 3 എക്സെട്ര എന്നുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഇതേപോലെ ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3ന്റെ കൂടെ 0 ഉണ്ടാവും. അതേപോലെ ഈ നമ്പേഴ്സിന്റെ മൈനസ് കൂടി ചേർക്കുക എന്ന് പറഞ്ഞാൽ 0 ഉണ്ടാവും, +1 -1 ഉണ്ടാവും, +2 -2 ഉണ്ടാവും, +3 -3 എക്സെട്ര. ഈ നമ്പേഴ്സിന്റെ സെറ്റ് നമ്മൾ ഇന്റീജേഴ്സ് എന്ന് പറയും. അതേപോലെ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് m/n അല്ലെങ്കിൽ ഒരു p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ q 0 ആവാൻ പാടില്ല. ഓക്കെ, അത് a/, അല്ലെങ്കിൽ p/q അല്ലെങ്കിൽ m/n ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് 1/3, -4/9, 200/13. ഓക്കെ, ഇപ്പൊ 57 ഇതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ്. അതായത് 57 എന്ന് പറഞ്ഞാൽ ശരിക്കും 57/1 അല്ലേ? അപ്പൊ 57 റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, മേലെ ഒരു നമ്പർ ഉണ്ടാവും, താഴെ വേറൊരു നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒറ്റ നമ്പർ 57 എന്ന് പറഞ്ഞാൽ അത് റാഷണൽ ആണ്, കാരണം അതിന്റെ താഴെ 1 ഉണ്ട്. 1 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 1, 2, 3 എന്നുള്ളതൊക്കെ എന്താണ്? റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ റാഷണൽ നമ്പേഴ്സ്. ഇനി റാഷണൽ നമ്പർ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഈ 3/4 എന്നുള്ളത് റാഷണൽ നമ്പർ ആണല്ലോ. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 0.7500 എക്സെട്ര എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 75 കഴിഞ്ഞ കംപ്ലീറ്റ് 0 ആണ്. നമുക്ക് 0.75 എന്ന് എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡെസിമൽ എഴുതി കഴിഞ്ഞാൽ, ഒരു നമ്പറിന്റെ ഡെസിമൽ എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്ത നമ്പർ ആണെങ്കിൽ ഈ നമ്പർ എന്താണ്? റാഷണൽ നമ്പർ ആണ്. അതുപോലെ വേറൊരു പ്രത്യേകത നോക്കുക നിങ്ങൾ. ഇപ്പൊ 23/11 ഇതൊരു റാഷണൽ നമ്പർ ആണല്ലോ. ആണോ നമ്മൾ ഉറപ്പിക്കുക എങ്ങനെയാണ്? ഈ നമ്പറിന്റെ ഡെസിമൽ നോക്കുക, ഡെസിമൽ എക്സ്പാൻഷൻ 2.090009 എക്സെട്ര. നോക്കൂ, ഇവിടെ ഈ 0.9 എന്നുള്ളത് കുറെ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2.09 എഴുതി ഒരു വര മേലെ ഇട്ടാൽ മതി. ഓക്കെ, ഒരു വെറുതെ ഒരു ലൈൻ മുകളിൽ ഇട്ടാൽ മതി. ഇതിന്റെ മീനിങ് എന്താണ്? 2.09 കഴിഞ്ഞാൽ 0.9 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരേ സാധനമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു നമ്പർ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഒരേ നമ്പേഴ്സ് അല്ലെങ്കിൽ 2-3 നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ചധികം നമ്പേഴ്സ് ഇങ്ങനെ ഒരേ ഫോമിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഈ നമ്പർ എന്താണ്? ഈ തന്ന നമ്പർ റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് a/b, ഓക്കെ, a/b അല്ലെങ്കിൽ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ പറയാം ഇറാഷണൽ നമ്പേഴ്സ്. a/b, p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നമ്പേഴ്സിൽ നമുക്ക് ഇങ്ങനെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും എക്സെട്ര എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇതേപോലെ നമുക്ക് ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഇവിടെ ഒരു നമ്പർ എഴുതാണ്. ഇപ്പോ 0.731486
6 0 1 3 4 6 2 നമുക്ക് ഇതിലൊരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. കാരണം ഇതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റൂല, a/t അല്ലെങ്കിൽ t/t ഫോമിൽ എഴുതാൻ പറ്റൂല. ഈ നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. പൈ എന്നുള്ള നമ്പർ നമുക്കറിയാം, പൈയുടെ വാല്യൂ എത്രയാണ്, ഏകദേശം 3.1415 എക്സെട്ര കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഒരു നമ്പർ മേലെ പൈ താഴെ ഒരു നമ്പർ ഫോമിൽ ഈ പൈ എന്നുള്ള നമ്പർ നമുക്ക് എഴുതാൻ പറ്റൂല. ഓക്കെ, അതേപോലെ √2 എന്ന കാര്യം നമുക്കറിയാം, 1.41 അങ്ങനത്തെ ഒരു നമ്പറാണ് √2. അതിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടിട്ടുണ്ട്, √1.4142 എക്സെട്ര. ഇതിന് പ്രത്യേക ഫോം ഒന്നുമില്ല. ഓക്കെ, ഇതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് 5, 5ന്റെ ക്യൂബ് റൂട്ട്, ഇതൊക്കെ എന്താണ്, അതേപോലെ log 3. ഓക്കെ, log 3 ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെറ്റ്സ് എന്താണെന്നാണ്. എന്താണ് സെറ്റ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്, സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസ്റ്റിങ്ക്ട് കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, എന്തെങ്കിലും ആൾക്കാരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുടെ ഒരു കൂട്ടം, അതെന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അത് നമ്മൾ എന്താ പറയാ, സെറ്റ് എന്ന് പറയാം. നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ പഠിച്ചപ്പെട്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എ ഡിസ്റ്റിങ്ക്ട് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മീനിങ്, നമ്മൾ ഈ സെറ്റിൽ ഈ ഒരു സെറ്റ് എഴുതുമ്പോൾ അതിലുള്ള ആൾക്കാർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇപ്പൊ നോക്കൂ, ഇവിടെ 1 2 3 ഈ സെറ്റിലുള്ളത് 3 നമ്പേഴ്സ് ആണ്. എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? എണ്ണൽ സംഖ്യകളാണ്. ഇപ്പൊ നമുക്ക് പറയാം ഈ സെറ്റിലുള്ള ആൾക്കാർ എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുപോലെ നോക്കൂ, ഈ സെറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇത് ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ, 2 4 6 എന്നുള്ള ഇരട്ട സംഖ്യകളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ സെറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. സെറ്റിന് നമ്മൾ എഴുതാൻ ഒരു ഈ രൂപത്തിലുള്ള ബ്രാക്കറ്റ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുക. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഈ സെറ്റിലെ ആൾക്കാർ നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. അപ്പൊ 1 2 3 ഒക്കെ എന്താണ്, സെറ്റിലെ എലമെന്റ്സ് ആണ്. 2 4 6 ഒക്കെ സെറ്റിലെ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. നമുക്ക് ഈ സെറ്റ് 2 സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെ എഴുതാം എ ക്രോസ് ബി എന്നാണ്. എ എന്ന സെറ്റിന്റെ ബി എന്ന സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയും. ഇത് നമ്മൾ എഴുതാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് ആദ്യത്തെ എലമെന്റ്, ആദ്യത്തെ സെറ്റിൽ നിന്നുള്ള എലമെന്റും രണ്ടാമത്തെ സെറ്റിൽ നിന്നുള്ള എലമെന്റും എടുക്കാം. 1 2 ഇതൊരു എലമെന്റ് ആണ്, ഈ എ ക്രോസ് ബി ഒരു എലമെന്റ് ആണ്. അതുപോലെ 1 4 ഉണ്ടല്ലോ. ഓക്കെ, 1 2 എഴുതി, 1 4 എഴുതി, പിന്നെ 1 6 ഉണ്ട്, 1 6. അടുത്ത ആള് 2 2 2 4 2 6. അങ്ങനെ ഓർമ്മ നമ്മൾ എഴുതാം 2 2, അതുപോലെ 2 4 2 6. നോക്കൂ, 3 2 ഉണ്ട്, 3 4 ഉണ്ട്, 3 6 ഉണ്ട്. 3 2 3 4 ആൻഡ് 3 6. നോക്കൂ, ഇതാണ് എ ക്രോസ് ബിയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇത്രയും എലമെന്റ്സ് എ ക്രോസ് ബി ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ സെറ്റിന്റെ ഒരു ചെറിയ കളക്ഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മൾ അതിനെ സബ്സെറ്റ് എന്ന് പറയും. ഓക്കെ, ഈ സെറ്റ് എ ക്രോസ് ബിയുടെ ഒരു കളക്ഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഏതൊക്കെയാണ് കളക്ഷൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് എലമെന്റ്സിനെ മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാണ്. അപ്പൊ 1 2 ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, 1 2 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ആള് 2 4 ഞാൻ അവിടെ മാറ്റി വെച്ചു. ഓക്കെ, അടുത്ത ആള് എന്താണ്, ഒരു 3 6 ഞാൻ ഇവിടെ മാറ്റി വെച്ചു. നോക്കൂ, അപ്പൊ എ ക്രോസ് ബിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കൂ, അപ്പൊ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇത്, അതായത് ഇതിന്റെ ഒരു ചെറിയൊരു സബ്സെറ്റ് ആണ് ഇത് അല്ലെ. നോക്കൂ, ഇതിന്റെ പ്രത്യേകത എന്താ? ഈ എലമെന്റ്സിന്റെ പ്രത്യേകത 1ന്റെ ഡബിൾ ആണ് 2, 2ന്റെ ഡബിൾ ആണ് 4, 3ന്റെ ഡബിൾ ആണ് 6. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ 6 ഇതൊരു റിലേഷൻ എന്നാ പറയാം, എന്തെങ്കിലും ഒരു ബന്ധം, അവരെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. എന്താണ് കണക്ഷൻ? ആദ്യത്തെ എലമെന്റിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ ആള്, അതാണ് ഇവിടുത്തെ ബന്ധം, കണക്ഷൻ, റിലേഷൻ. 2ന്റെ ഇരട്ടിയാണ് 4, 3ന്റെ ഇരട്ടിയാണ് 6. ഇതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായി, അത് റിലേഷൻ ആയി.
അത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, അതെന്താ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ റിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു റിലേഷൻ ഞാൻ ഇവിടെ എഴുതി തരാം. വേറൊരു റിലേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. 1 6 3 4 ഇത് വേറൊരു റിലേഷനാണ്. ഇവിടുത്തെ റിലേഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇതൊരു റിലേഷനാണ്. അപ്പൊ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റിനാണ് എന്ത് പറയാ റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് നോക്കൂ, ഞാൻ ഇവിടുത്തെ ആദ്യത്തെ റിലേഷൻ ഞാൻ എടുക്കാണ്. നമുക്ക് ആദ്യത്തെ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിലെ ഫസ്റ്റ് ആളെ ഞാൻ 1 2 3 ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അതിനെ എക്സ് എന്ന് എഴുതാണ്. ഓക്കെ, എക്സ് ഫസ്റ്റ് ആൾ എക്സ് ആണ്. അപ്പൊ രണ്ടാമത്തെ ആള് വൈ ആണെന്ന് വിചാരിക്കാം. 2 4 6 എലമെന്റ്സ് ആ രൂപത്തിലുള്ള എലമെന്റ്സ് എന്താണ് വൈ എന്ന രൂപത്തിലാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, നോക്കൂ ഇവിടുത്തെ റിലേഷൻ എന്താ വരിക നോക്കൂ. ഫസ്റ്റ് ആളുടെ ഇരട്ടിയാണ് രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ ഡബിൾ ആണ് വൈ എന്നല്ലേ. അപ്പൊ എക്സിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ചെയ്ത് നമുക്ക് ആര് കിട്ടും? വൈ കിട്ടും. ഇതാണ് ഇവിടുത്തെ റിലേഷൻ 2 × x = y. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു സെറ്റിന്റെ ഒരു രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നതിനെ ഇവിടുത്തെ റിലേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. നോക്കൂ, ഞാനിവിടെ ഒരു സെറ്റിന്റെ രൂപത്തിൽ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. നോക്കൂ, ഇതിലെ 1 2 3 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, അതുപോലെ 2 4 6 ഞാൻ ഇവിടെ എഴുതി. 2 4 6. ഓക്കെ, നോക്കൂ ഇതിലെ 1ന്റെ ഇരട്ടി 2 ആണ്, 2ന്റെ ഇരട്ടി 4 ആണ്, 3ന്റെ ഇരട്ടി എത്രയാണ്? ഡബിൾ 6 ആണ്. ഈ റിലേഷൻ എന്താണ്? ഇത് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയും. നോക്കൂ, ഇവിടുത്തെ ഓരോ എലമെന്റിനും നമ്മൾ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരാളുണ്ട്, ഒരേ ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1ന്റെ ഇമേജ് ആണ് ഇത് നമ്മൾ പറയാം. ഓക്കെ, 2ന്റെ ഇമേജ് ആണ് 4, 3ന്റെ ഇമേജ് ആണ് 6. ഓക്കെ, അപ്പൊ നമുക്ക് 1ന് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ 2, 2ന് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ 4, 3ക്ക് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ 6. ഇങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, എന്താണ് പറയാ? ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനൊക്കെ എഴുതാൻ എഫ് എന്ന് എഴുതാം. അപ്പൊ ഇതെന്താണ്? ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ കൂടിയാണ്. ഫംഗ്ഷൻ ആവുന്ന കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എടുക്കുന്ന ഏതൊരാൾക്കും തൊട്ടിപ്പുറത്ത് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇതിനാണ് സിമ്പിൾ ആയിട്ട് എന്ന് പറയാം ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ, 1ന്റെ ഇമേജ് ആരാണ്? 2 ആണ്. 2ന്റെ ഇമേജ് ആരാണ്? 1 ഉണ്ട്. അതുപോലെ 2ന് വേറൊരു ഇമേജ് 3 ഉണ്ട്. അതുപോലെ 3ന്റെ ഇമേജ് ആരാണ്? 4 ആണ്. ഇവിടെ 5 എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എ എന്നുള്ള സെറ്റ് ആരാണ്? എ എന്നുള്ള സെറ്റ് 1 2 3 ആണ്. ബി എന്നുള്ള സെറ്റ് 1 2 3 4 5 ആണ്. അപ്പൊ ഈ എ ക്രോസ് ബി എന്നുള്ള സെറ്റിന്റെ ഒരു സബ്സെറ്റ് അതല്ലേ റിലേഷൻ. നമുക്ക് ആ റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നമ്മൾ റിലേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 1 2. ഓക്കെ, അതേപോലെ 2 1 ഉണ്ട്, അതേപോലെ 2 3 ഉണ്ട്. ഓക്കെ, അതേപോലെ 3 4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റിലേഷൻ. നമ്മുടെ സെറ്റ് ഏതാണ്? എ എന്നുള്ള സെറ്റ് ഏതാണ്? എ എന്നുള്ള സെറ്റ് 1 2 3 ആണ്. ബി എന്നുള്ള സെറ്റ് ഏതാണ്? 1 2 3 4 5 ആണ്. ഓക്കെ, അപ്പൊ എ ബി ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എ ക്രോസ് ബി എഴുതാം. അപ്പൊ കുറെ എലമെന്റ്സ് കിട്ടും. ഓക്കെ, ആ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആണ് നമുക്ക് ഇവിടെ തന്ന റിലേഷൻ. അതാണ് ഞാൻ ഇവിടെ ഒരു ഫിഗർ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റിലേഷൻ. ഇനി ഈ തന്ന റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. നോക്കൂ, നമുക്ക് ഇവിടെ നോക്കിയാൽ രണ്ട് ഇമേജ് ഉണ്ട്. ആരൊക്കെയാണ്? 2ന്റെ ഇമേജ് 1 ഉണ്ട്, 2ന്റെ ഇമേജ് 3 ഉണ്ട്. അപ്പൊ ഇവിടെ 2 എന്നുള്ള ആൾക്ക് 2 ഇമേജ് വന്നു. നോക്കൂ, 2ന്റെ ഇമേജ് ആണ് 1, ഇതേപോലെ 2ന്റെ ഇമേജ് ആണ് 3. ഇങ്ങനെ 2 ഇമേജ് വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻ എന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഈ റിലേഷൻ എന്തല്ല? നോട്ട് എ ഫംഗ്ഷൻ. ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ ആവുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടുത്തെ ഏതൊരു എലമെന്റിനും എന്തുണ്ടായിരിക്കണം? ഒരേ ഒരു ഇമേജ് ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനാണ് എന്ത് പറയാം? ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ തന്ന റിലേഷനിൽ ചെറിയൊരു മാറ്റം ഞാൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. നോക്കൂ, 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 3 ആണ്, 3ന്റെ ഇമേജ് 4 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്തായി? ഇതൊരു ഫംഗ്ഷൻ ആയി. കാരണം എന്താ? ഇവിടുത്തെ ഏതൊരാൾക്കും എന്തുണ്ട്? ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 5നെ എഴുതി. ഓക്കെ, ഈ 5 ഇവിടെ അങ്ങനെ വെറുതെ കിടക്കുകയാണ്, അത് പാടില്ല. ഇവിടുത്തെ ഏതൊരാൾക്കും എന്ത് വേണം?
ഇവിടെ ഒരു ഇമേജ് വേണം, അത് നിർബന്ധമാണ്. ഇവിടെ വെറുതെ കിടക്കാൻ പാടില്ല ആൾക്കാർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ ഇമേജ് ഉണ്ടെങ്കിൽ അത് ഒറ്റ ആളെ ഉണ്ടാവാൻ പാടുള്ളൂ, അതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നോക്കൂ, ഇപ്പൊ ഇവിടെ ഒരാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ ഒന്നിനെ വേറൊരു എലമെന്റിലേക്ക് മാറ്റുന്നത്. ഇപ്പൊ 2-നെ 3-ലേക്ക്, 3-നെ 4-ലേക്ക്. ഇത് നമ്മൾ 1 1 എന്ന് പറയാം. 1 1 ഇവിടെ ഒരാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ, ഇതാണ് 1 1. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കൂ, ഇപ്പൊ ഞാൻ ഇവിടെ വേറൊരു ചെറിയ മാറ്റം ഇവിടെ വരുത്താൻ പോകണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ 3-ന്റെ ഇമേജ് എന്താണ്? സപ്പോസ് 3-ന്റെ ഇമേജ് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ നോക്കൂ, ഈ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ 1-ന്റെ ഇമേജ് 2 ആണ്, 1-ന്റെ ഇമേജ് ആയി. 2-ന്റെ ഇമേജ് 3 ആണ്, 2-ന്റെ ഇമേജ് ആയി. 3-ന്റെ ഇമേജ് 2 ആണ്, 3-ക്ക് ഇമേജ് ആയി. ഇപ്പൊ 1-നും 3-ക്കും ഇമേജ് 2 ആവാം, അതിന് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ 1-ന് ഒരു ഇമേജ് ഉണ്ട്, ഒരേ ഒരു ഇമേജ് ഉള്ളത് ആരാണ്? 2 ആണ്. 3-ക്ക് ഒരു ഇമേജ് 2 ആണ്, അത് ഒരേ ഒരു ഇമേജ് 2 ആണ്. ഓക്കെ, നമ്മൾ പറയുന്നത് ഇവിടെ ഒരു എലമെന്റിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാത്തിനെയും കൂടെ മാപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എല്ലാ വരയും കൂടെ ഇവിടേക്ക് പോവാം, പ്രശ്നമില്ല. പക്ഷെ ഇവിടുന്ന് ഒരു വരയെ ഓരോ വരയെ പോകാൻ പാടുള്ളൂ, അതാണ് ഫംഗ്ഷൻ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്? 1-ന് ഒരേ ഇമേജ് 2, 2-ക്ക് ഒരേ ഇമേജ് 3, 3-ക്ക് ഒരേ ഇമേജ് 2. ഓക്കെ, അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്. നോക്കൂ, ഈ ഫംഗ്ഷന് 2 ആൾക്ക് ഒരേ ഇമേജ് ഉണ്ട്. 1-നും ഇമേജ് ഉണ്ട്, 1-നും 2 ആണ് ഇമേജ്, 3-ക്കും എന്താണ്? 2 ആണ് ഇമേജ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അതിന് എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 1-ന്റെ ഇമേജ് ആരാണ്? 2 ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് 1-ന്റെ ഇമേജ് 2 ആണെന്ന് എഴുതാം. അതേപോലെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആരാണ്? 2-നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? 3-ലേക്കാണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ എഫ് ഓഫ് 3 ആരാണ്? 2 ആണ്. ഓക്കെ, നോക്കൂ, ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ 1 1 എന്ന് പറയണമെങ്കിൽ 1 1 ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ഒരാൾക്ക് ഒരു ഇമേജേ പാടുള്ളൂ. ഇവിടെ നോക്കൂ, 1-നും 3-ക്കും ഒരേ ഇമേജ് ഉള്ളത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന ഇമേജ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഈ ഫംഗ്ഷനെ 1 1 ആക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യാം, 3-ന്റെ ഇമേജ് അല്ലെങ്കിൽ 1-ന്റെ ഇമേജ് ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ എന്ത് ചെയ്തു, ഈ 3-ന്റെ ഇമേജ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ 4-ലേക്ക് ഇട്ടു. ഇതെന്താണ്? ഇതൊരു 1 1 ഫംഗ്ഷൻ ആയി. നോക്കൂ, ഓരോ ആൾക്കും ഓരോ ഇമേജ്. ഇതാണ് 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നോക്കൂ, ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഐഡിയ എന്താണ്? ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഐഡിയ ഞാൻ 3-നെ എന്ത് ചെയ്തു, 3-നെ വീണ്ടും 2-ലേക്ക് ആക്കി. ഇത് നമ്മൾ മെനി 1 എന്ന് പറയാം. ഓക്കെ, കുറെ ആൾക്കാർ, മെനി ആൾക്കാരിൽ നിന്ന് ഒരാളേക്ക്, ഇതാണ് മെനി 1. കുറെ ആൾക്കാരിൽ നിന്ന് ഒരാളേക്ക്, ഇതാണ് മെനി 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കതിനെ ഇനി എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം ഫംഗ്ഷനെ. നോക്കൂ, നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് എ എന്നുള്ള സെറ്റിൽ നമ്മളൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. എ ക്രോസ് ബി എന്നുള്ള സെറ്റിൽ നമ്മളൊരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും? ഒരു വൈ ഉണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു റിലേഷനിൽ ആദ്യത്തിൽ ഒരു എക്സ് ഉണ്ടാവും, പിന്നെ വൈ ഉണ്ടാവും. ഈ എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ, അതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഇനി നോക്കൂ, അത് നമുക്ക് എങ്ങനെ ഇവിടെ ഫംഗ്ഷന്റെ രൂപത്തിലേക്ക് നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും നോക്കാം. നോക്കൂ, ഇപ്പൊ എക്സിന്റെ ഇമേജ് ആണ് വൈ എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? എക്സിനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? വൈയിലേക്കാണ്. ഓക്കെ, എക്സും വൈയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്, ബന്ധമുള്ളത്. നോക്കൂ, നമ്മൾ ഇതിനെ എഴുതുക, ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജിന് നമ്മൾ എഴുതുക എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജിന് നമ്മൾ ഇവിടെ എഴുതുക എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. നോക്കൂ, നമ്മൾ ഈ എക്സിന്റെ ഇമേജിന് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എക്സിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? വൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് ആരായിരിക്കണം? വൈ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഇമേജ് നമ്മൾ വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ എക്സ് ഇവിടെ ഉള്ള ആളാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ടാവുക, അതായത് എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ വൈ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മളൊരു ഫംഗ്ഷനെ 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ഇമേജ്, ഓക്കെ, ഏതോ രണ്ട് പോയിന്റ്സ് x1 ന്റെയും
x2ന്റെയും ഇമേജ്, അതായത് f of x1 f of x2 ഒരേ പോയിന്റ് ആണെങ്കിൽ നല്ല മീനിങ്, ഒരേ സാധനമാണെങ്കിൽ, ഓക്കെ, ഒരേ സാധനമാണെങ്കിൽ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് f of x1 f of x2 ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരുണ്ടാവും? ഒരു x1 ഉം x2 ഉണ്ടാവും. അതേ ആൾക്കാരും ഈക്വൽ ആയിരിക്കണം. അപ്പൊ f of x1 equal f of x2 ആണെങ്കിൽ ആര് ഈക്വൽ ആയിരിക്കണം? x1 ഉം x2 ഉം ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ 1 1 ആണെന്ന് ചെക്ക് ചെയ്യുക, 1 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കാനുള്ള ഒരു റൂള്. ഓക്കെ, ഇനി എന്താണ് ഓൺ ടു എന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ മീനിങ്, നമുക്ക് ഏതൊരു ഇമേജിനും, ഓക്കെ, ഇതാണല്ലോ ഇമേജ്, ഇതാണ് പോയിന്റ്സ്. ഓക്കെ, നമ്മൾ അതിന് ഇവിടെ അതിന്റെ ഇമേജ് ഉണ്ടായിരിക്കും. ഇവിടെ ഏതൊരു ഇമേജിനും അതിന്റെ പ്രീ ഇമേജ് കിട്ടണം. പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1ന്റെ പ്രീ ഇമേജ് ആണ് ആര്? 3. ഓക്കെ, അതേപോലെ 2ന്റെ പ്രീ ഇമേജ് ആണ് 1, 3ന്റെ പ്രീ ഇമേജ് ആണ് 2. നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ നമ്മൾ പറയാറില്ലേ 1ന്റെ ഇമേജ് ആണ് 2, തിരിച്ചു പറയുകയാണെങ്കിൽ 2ന്റെ പ്രീ ഇമേജ് ആണ് 1. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയണമെങ്കിൽ ഈ സെറ്റിലെ എല്ലാ ആൾക്കാർക്കും പ്രീ ഇമേജ് വേണം. നോക്കൂ, ഇവിടെ 1ന് പ്രീ ഇമേജ് ഉണ്ട്, 2നുണ്ട്, 3നുണ്ട്, പക്ഷെ 4ന് ഇവിടെ പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ എന്താവുള്ളൂ? ഓൺ ടു ആവുള്ളൂ. ഓക്കെ, അതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള. നോക്കൂ, ഇതൊരു ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്? ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. നോക്കൂ, 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 3, 3ന്റെ ഇമേജ് 1 ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്, പക്ഷെ ഇത് ഓൺ ടു അല്ല. കാരണം എന്താണ്? 4ന് ഇവിടെ പ്രീ ഇമേജ് ഇല്ല. നോക്കൂ, ഇത് 1 1 അല്ലേ? കാരണം ഒരാൾക്ക് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു 4 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 4നെ 4ലേക്കാണ്, 4ന് ഇമേജ് ആരാണ്? 4 ആണെന്ന് വിചാരിച്ചു. നോക്കൂ, ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. ഓക്കെ, എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട്. അതേപോലെ ഒരു എലമെന്റിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരാൾക്ക് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു ആയിട്ടുണ്ട്. അതേപോലെ എന്തും കൂടായി? 1 1 ഫംഗ്ഷനും കൂടെ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 1 1 ആണ്, ഓൺ ടു ആണ് ഈ ഫംഗ്ഷൻ. ഇങ്ങനത്തെ ഫംഗ്ഷൻ നമ്മൾ പറയാം എന്താണ്? 1 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ബൈജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, 1 1 ഓൺ ടു ഫംഗ്ഷൻ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അത് പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇത് നോക്കൂ, നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. നമ്മൾ ഈ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫസ്റ്റ് സെറ്റിനാണ് നമ്മൾ എന്ത് പറയാം? ഡൊമെയിൻ എന്ന് പറയാം. അപ്പൊ എ എന്നുള്ളതാണ് ഇവിടുത്തെ ഡൊമെയിൻ. ഓക്കെ, എ എന്നുള്ളതാണ് ഇവിടുത്തെ ഡൊമെയിൻ എന്നുള്ള സെറ്റ്. ഓക്കെ, നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഈ ആള് ഈ 4നെ ഇവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. നോക്കൂ, ഇപ്പൊ ഇതെന്താണ്? ഒരു ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, 1 1 ആണ്. നോക്കൂ, ഒരു എലമെന്റിന് ഒരു ഇമേജ് ആണ്. ഏതൊരു എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ട്. 1നും 2നും 3ക്കും ഒക്കെ പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ ഇത് 1 1 ആണ്, ഓൺ ടു ആണ് എന്ന് പറഞ്ഞാൽ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണിത്. നോക്കൂ, ഈ സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ എന്തുണ്ട്? ഈ ഒരു സെറ്റിൽ ഒരു 4 കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. 4 ഉണ്ട്. നോക്കൂ, ഇപ്പൊ ഇത് എന്താണ്? ഫംഗ്ഷൻ ആണ്, കുഴപ്പമൊന്നുമില്ല, ഫംഗ്ഷൻ ആണ്. ഇപ്പൊ 1 1 ആണ്, ഓൺ ടു ആണ്. ഓൺ ടു അല്ല, കാരണം എന്താ? 4 കൂടെ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ന് എന്തില്ല? അവിടെ പ്രീ ഇമേജ് ഇല്ല. 4ലേക്ക് ആരും വരുന്നില്ല. അപ്പൊ 4ന് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ല, ഓൺ ടു അല്ല. ഓക്കെ, ഇപ്പൊ ഇത് ഓൺ ടു അല്ല. നോക്കൂ, ഈ സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയാം, ഈ സെറ്റിലെ മൊത്തം ആൾക്കാരെയാണ് നമ്മൾ ഈ സെറ്റിന്റെ ഡൊമെയിൻ എന്ന് പറയാം, ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ. ഓക്കെ, നോക്കൂ, ഈ ഫംഗ്ഷനില് ഈ സെറ്റില് ഈ ഇമേജ് വന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് പ്രീ ഇമേജ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? നോക്കൂ, 1ന് പ്രീ ഇമേജ് ഉണ്ട്, 2ന് പ്രീ ഇമേജ് ഉണ്ട്, 3ക്ക് പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രീ ഇമേജ് ഉള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയാ? അതിന്റെ റേഞ്ച് എന്ന് പറയാം, സെറ്റിന്റെ റേഞ്ച്. ഓക്കെ, നോക്കൂ, ഈ സെറ്റിലെ മൊത്തം ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? കോഡൊമെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ സെറ്റ് മൊത്തത്തിൽ നമ്മൾ അതിനെ ഡൊമെയിൻ എന്ന് പറയും, ഈ സെറ്റ് മൊത്തത്തിൽ നമ്മൾ അതിനെ കോഡൊമെയിൻ എന്ന് പറയും. ഇവിടെ ഇമേജ് വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുന്ന് പ്രീ ഇമേജ് തിരിച്ചുള്ള ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് പറയും? റേഞ്ച് എന്ന് പറയും. ഈ 3 വേർഡ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഡൊമെയിന്, കോഡൊമെയിന്, കോഡൊമെയിന്റെ ഉള്ളിൽ വരുന്ന റേഞ്ച്. ഓക്കെ.